കുഴിമാന്തി എങ്ങനെ ഉണ്ടാക്കണേ? കുഴിമാന്തി അല്ല, കുഴിമന്തി. ആദ്യം ചിക്കനും ചോറും കുഴിയിലിട്ട് വേവിക്കും. അല്ലപ്പ ചോറ് എന്തിനാ വേവിക്കണേ? അരി വെന്നിട്ടല്ലേ ചോറാവണേ. ആ ചോറ് ചിക്കനിലിട്ട് വീണ്ടും വേവിക്കണോ? സോറി, അരിയും ചിക്കനും കുഴിയിലിട്ട് വേവിക്കണം. അപ്പൊ അങ്ങനെയാണ് പറയണ്ടേ, അല്ലാതെ ചോറ് ചിക്കനിലിട്ട് വേവിക്കണമെന്നല്ല. മനസ്സിലായ? എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ട. നിനക്കറിയണമെന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കേ. അങ്ങനെ മിണ്ടാണ്ടിരിപ്പിക്കാൻ നോക്കണ്ട. തെറ്റാണ്ടാ ഞാൻ വിളിച്ചു പറയും. വേണമെങ്കിൽ കേക്ക്. എന്നതാ? എന്ത് കേക്ക്? കേക്കാ? എവിടെ? ആർക്കറിയാം. അപ്പല്ലേ ഇപ്പൊ തന്നെ പറഞ്ഞത് വേണമെങ്കിൽ കേക്ക് തരാന്ന്. എന്നിട്ട് എന്നോട് എവിടെയെന്ന് ചോദിച്ചാ എങ്ങനെ? അത് കൊള്ളാം. കൺട്രോൾ തരണ ദൈവമേ. എനിക്ക് തരുന്ന ദൈവമേ. എന്നൊരു കൊലപാതകയാക്കല്ല ദൈവമേ. എന്നൊരു കൊലപാതകയാക്കല്ല ദൈവമേ. എന്തേ? ഞാൻ പറഞ്ഞത് സത്യാണ്. എനിക്കും ചില സമയത്ത് കൺട്രോൾ കിട്ടില്ല. ഇന്നാളൊരു ദിവസേ ഒരു കൊതുകന്റെ കൈ വന്ന് ചോര കുടിക്കണ്. കുറച്ച് തന്നെ ശ്രമിച്ചു, പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടില്ല. ഞാൻ ഒറ്റയടിക്ക് കൊന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നെ കൊലപാതകയാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചത്. ഹലോ, കുഴിമന്തിയുടെ കഥ പറ. ഇനി പിന്നെ പറയാ. മൂട് പോയി. അപ്പയുടെ മൂട് ബാക്കി തന്നെ ഉണ്ടല്ലോ, എങ്ങും പോയിട്ടില്ല. ഈ മൂടല്ല, പറയാനുള്ള മൂടനെ പോയിന്ന് പറഞ്ഞത്. പറയാ മൂട് അപ്പിടല്ലേ. മതി മതി, ഞാൻ പറയാ. മൂട് വന്ന്. മൂട് വന്ന എന്നാ പറ. അങ്ങനെ ചിക്കനും ചോറും കൂടി ചിക്കനും അരിയും കൂടി കുഴിയിലിട്ട് വേവിച്ച് അത് മാന്തി പറിച്ച് എടുക്കണാണ് ഈ കുഴിമന്തി. അയ്യേ, മാന്തി പറിച്ചെടുക്കണ? അയ്യേന്നാ, അടിപൊളി ടേസ്റ്റ് ആണ്. എന്നിട്ട് കുഴിമന്തി കൊടുക്കാതെ ഞാൻ മേടിച്ചു കൊടുത്തന്നെ. അതിന് അമ്മ അപ്പോഴേക്ക് ചമ്മന്തി ഉണ്ടാക്കി വെച്ചില്ലേ. ഈ അമ്മ എന്തിട്ട് പണിയാ കാണിച്ചേ? അടുത്ത പ്രാവശ്യം അവള് വരുമ്പോ എന്തായാലും വാങ്ങിച്ചു കൊടുക്കും. അല്ല പിന്നെ ഈ ജില്ലേന്റെ സിസ്റ്റർ അല്ലേ? അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ നിക്കണ്ട. അപ്പൊ ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്ക്. ശരിയാ, കഷ്ടായി പോയി. അതെന്തായാലും കഷ്ടായി പോയി. ഈ അമ്മേനപ്പ എന്നാണ്ട് ഇന്നാളല്ലേ? പക്ഷെ ജില്ലേന്റെ അപ്പയുടെ കൂടപ്പിറപ്പാണ്, അത് മറക്കരുത്. എന്നാലും മോശമായി പോയപ്പ ചെയ്തത്. മോശമായി പോയല്ലേ? അത് പിന്നെ പറയാണ്ട, കഷ്ടം. എന്നിട്ട് അപ്പനും മോളും കൂടി മോശമായി മോശമായി പറഞ്ഞോണ്ടിരിക്കണേ? അല്ലമ്മേ, ജിലേന് വന്നപ്പ അമ്മ നല്ല ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തില്ലേ? അതിന് ആന്റി കഴിച്ചില്ല. അത് കഴിക്കാനത് മോശമായി പോയെന്ന് പറഞ്ഞതാ. അല്ലപ്പേ ശരിയാ. ഗുഡ് ബോയ്. അത് പിന്നെ പറയാനുണ്ടാ, ഭയങ്കര മോശമായി പോയി. ഒരു ഗ്ലാസ് ചായ കിട്ടോ? ഇപ്പൊ വേണോ? ഇപ്പൊ കിട്ടിയാ നല്ലത്, കുറച്ച് സ്ട്രോങ് ആക്കിക്കോ. നിങ്ങ രാവിലെ 3 ചായ കുടിച്ചതാണ്, അത് ഓർമ്മ വേണോട്ടാ. അല്ലടി, ഒരു രസത്തിന്. രസത്തിന് ആരെങ്കിലും ചായ കുടിക്കോ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ചായ കുടിക്കുമ്പോ ഒരു സന്തോഷമാണ് മനസ്സിന്, അറിയോ? സന്തോഷത്തിനാ? എന്നിട്ട് ചായ കുടിക്കുമ്പോ നിങ്ങക്ക് സന്തോഷം കിട്ടണ്ട? നീ പോയെങ്കിൽ ചായ വേണ്ട. നിങ്ങളിങ്ങനെ ചായ കുടിച്ച വല്ല അസുഖം വരൂട്ടാ. അവസാനമുള്ള സന്തോഷം പോവും. പറഞ്ഞില്ല എന്ന് വേണ്ട. എനിക്ക് ചായ വേണ്ട, ഞാൻ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി വെറുതെ ചോദിച്ചാണ്. അപ്പയുടെ മൂടല്ല അവിടെ ഇരിക്കണേ, പിന്നെ എന്തിനാ വേറെ മൂട്? വലിയവർ സംസാരിക്കുമ്പോ ചെറിയവർ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായ? ആകെ പ്രശ്നമായില്ല. ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം ഞാൻ എങ്ങനെ പറയും? അതിന് പഠിച്ചാ മതി. പഠിച്ചിട്ട് എന്താ കാര്യം? വലിയോർ സംസാരിക്കുമ്പോ ചെറിയോർ സംസാരിക്കാൻ പാടില്ലല്ല. ടീച്ചർ വലുതും ഞാൻ ചെറുതല്ലേ. ഹലോ, ടീച്ചറോട് സംസാരിക്കാൻ കുഴപ്പമില്ല. പിന്നെ അപ്പനോട് അമ്മയോട് സംസാരിക്കുന്നതാണോ കുഴപ്പം? മോളെ അക്കു, നീ ആരോട് വേണമെങ്കിലും സംസാരിച്ചോ, ഒരു കുഴപ്പമില്ല. അത് ശരി, വീണ്ടും മാറ്റ. ഇതിപ്പോ ഞാൻ എന്ത് വിശ്വസിക്കും? എന്റെ അക്കു കുറച്ചേരം മിണ്ടാണ്ടിരിക്കോ? മനുഷ്യ തലയ്ക്ക് പ്രാന്ത് പിടിക്കണ്ട്. അപ്പ ആദ്യം മിണ്ടാടിക്ക്. എന്റെ തലയ്ക്കാണ് പാത പിടിക്കണേ. നിന്നെ കൂടി ഞാൻ തോറ്റ്. അപ്പയെ കൊണ്ട് ഞാൻ ജയിച്ചു. മനുഷ്യന്റെ മനസ്സമാധാനം കളയാനായിട്ട് കുന്തം ചക്കരേ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ ടോപ്പിക്ക് കൂടാ. ഞാൻ അടിന് നിന്റെ മനസ്സമാധാനം കളയാനല്ലേ. നിനക്ക് സ്കൂളിൽ വല്ല ഡൗട്ട് ഉണ്ടോ? അത് ചോദിക്ക്. ഒരു സംശയമുണ്ട്. ഈ നിഷയില്ലേ? ഏത് നിഷ? ഈ നിഷാഗാന്ധി ഇല്ലേ? നിഷാഗാന്ധിയാ? എടി സോണിയാഗാന്ധി ആയിരിക്കും. അയ്യപ്പേ, നിഷാഗാന്ധിയാണ്, സോണിയാഗാന്ധി അല്ല. നിഷാഗാന്ധിയാ? സോണിയാഗാന്ധി, രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ മേനഗാന്ധി, പിന്നെ ഏത് നിഷാഗാന്ധി? ഇനി അവർ വല്യപ്പന്റെ മോളായിരിക്കോ? എന്റെ അപ്പ ഇതപ്പ വിചാരിക്കുന്ന പോലത്തെ ഗാന്ധി അല്ല.
ഇതൊരു പൂവാണ്. ആ പൂവാണാ? അങ്ങനെ വരട്ടെ. എന്നാ പിന്നെ സോണിയാത്ര വീട്ടിലെ പൂവായിരിക്കുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. ഈ പൂ രാത്രിയാണ് വിരിയണേ. പൊടി കിട്ടിയ രാത്രി വിരിയണ പൂ നിശാഗാന്ധി. ആ എടി നിശാഗന്ധി. രാത്രി മാത്രമേ വിരിയുള്ളൂ ആ പൂ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, നിശാഗാന്ധി. നിശാഗാന്ധി അല്ല, നിശാഗന്ധി. ആ എന്ത് ഗാന്ധികളാവട്ടെ, ഈ പൂവിനൊന്ന് കാണാൻ പറ്റോ? ആർക്കറിയാം, ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറെ പൂക്കളുണ്ട് നമ്മൾ കാണാത്തത്. ആ പിന്നെ വേറൊരു പൂവുണ്ട്, നീലക്കുറുക്കൻ. നീലക്കുറുക്കനാ? പൂവാണാ? അതപ്പേ 12 വർഷത്തിലൊരിക്കലാണ് ഈ നീലക്കുറുക്കൻ ഉണ്ടാവുള്ളൂ. ആ അത് നീലക്കുറിഞ്ഞി. അപ്പാള് വിചാരിക്കുന്ന പോലെ അല്ലല്ല, ഉടുക്കത്തെ ബുദ്ധിയാണല്ലോ. ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ പണ്ടേ പുതിയ പറയാണെങ്കിൽ കുറെ പറയാനുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാഷൂരാണേ. അയ്യോ പറയാൻ പോവാണോ? വേണ്ടപ്പോ ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പയുടെ നുണക്കഥ പിന്നെ കേക്കാം. എനിക്ക് വിശന്നിട്ട് പാടില്ല. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വന്ന് കേക്കാപ്പേ. എടി ഞാൻ ചുരുക്കി പറയാടി. സോറി, പിന്നെ കേക്കാപ്പേ.